ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഏത് രീതിയിലാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ നിലപാട് എന്താണ്, അവർക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം, ഈ ഒരു ബന്ധത്തോടുള്ള ഒരു മനോഭാവം ഏത് രീതിയിലാണ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗും ടൈംലെസ് റീഡിംഗുമാണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക. അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തുമായിക്കൊള്ളട്ടെ, ആ ഒരു നല്ല നല്ല മൊമെന്റ്സിനെ കുറിച്ച് മാത്രം നിങ്ങൾ തിങ്ക് ചെയ്യുക. അത് നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് അത് അടുത്തെത്തി കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫീലിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പ് എന്താണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് സ്ലോയിങ് ഡൗൺ ആണ്. നമ്മൾ നോക്കിയപ്പോഴുള്ള സിറ്റുവേഷൻ പോലെ തന്നെ നിങ്ങളുടെ ബന്ധം ഇപ്പൊ ഇങ്ങനെ അരിച്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് വളരെ സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ നടുവിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്, ഔട്ട്സൈഡർ വന്നിട്ടുണ്ട്. പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സാന്നിധ്യം ഒക്കെ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഒരു വ്യക്തിയായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നിലധികം വ്യക്തികളായിരിക്കാം. അതായത് ഒന്നിലധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇതെല്ലാം നിങ്ങളുടെ ബന്ധത്തിലേക്ക് വന്ന് കേറിയിട്ട് അതിനെ എല്ലാ രീതിക്കും കുളമാക്കിയിട്ട് ആ ഒരു ട്രസ്റ്റ് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പോയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കും, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ട്രസ്റ്റും നിങ്ങൾക്ക് അവരോടുള്ള ട്രസ്റ്റും എല്ലാ രീതിയിലും മാഞ്ഞു നിൽക്കുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് കാണുന്നത്. എങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ പുറകെ ഒരുപാട് പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു ട്രസ്റ്റ് പോയി, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഒരു രീതിയിൽ നിങ്ങളേക്ക് അടുക്കുന്നില്ല. ഇവരുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പല വ്യക്തികളും സ്വയം തെറ്റ് ചെയ്ത വ്യക്തികളെയും കാണിക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സണും തെറ്റ് ചെയ്ത വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവരൊരിക്കലും നിങ്ങളുടെ മുമ്പിലേക്ക് അത് അംഗീകരിച്ചു തരാനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വന്ന ചില വാക്കുകളുടെ പേരിലോ ഒക്കെ അവരെങ്ങനെ നിങ്ങളെ തഴഞ്ഞു നിർത്തുന്ന ഒരു അവസ്ഥയായിരിക്കാം ഇത്. നിങ്ങൾക്ക് ഈ ഒരു മതിലുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട്, ബ്രേക്ക് ത്രൂ ആണ്, അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഈ ഒരു ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു പാർട്ടിസിപ്പേഷൻ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ എല്ലാ രീതിക്കും ട്രൈ ചെയ്യണമെന്നും ഇതിനെ വീണ്ടും ഒത്തൊരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ യാതൊരു രീതിയിലും ഒരുപക്ഷെ അടുക്കുന്നുണ്ടായിരിക്കില്ല. വളരെയധികം നിഷ്കളങ്കമായ ഒരു ഭാവത്തോടു കൂടി തന്നെ നിങ്ങൾ ഇതിനെ പലപ്പോഴും സമീപിക്കാൻ നോക്കിയിട്ടും ഇവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു സ്ലോ ആയിട്ടുള്ള ഒരു തണുപ്പൻ പ്രകടനം എന്നുള്ള പോലെ ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് ഇവരിൽ നിന്നൊരു ആക്ഷൻ കിട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവര് ഒരു ഭയങ്കരമായിട്ടും ഒരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നം ഒരുപക്ഷെ നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു പേഴ്സന്റെ മനസ്സിനെയും വളരെ വലിയ രീതിയിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു വ്യക്തികളുടെ സാന്നിധ്യം എന്ന് ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു പക്ഷെ ഒരുപാട് വ്യക്തികളുടെ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ബന്ധങ്ങളാണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ ഫാമിലീസോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലീസോ ഫ്രണ്ട്സോ അങ്ങനെ പുറത്തു നിന്നുള്ള എല്ലാവരും അറിയുകയും പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അല്ല നിങ്ങളുടെ ലവേഴ്സ് ആണ്, നിങ്ങൾ ഏത് രീതിയിലുള്ള ബന്ധമാണെന്നുണ്ടെങ്കിൽ അതിനകത്താണ് വ്യക്തികളുടെ സാന്നിധ്യം എന്നുണ്ടെങ്കിൽ ആ ഒരു സാന്നിധ്യം വന്നിട്ട് നിങ്ങൾക്കിടയിൽ അതിനെക്കുറിച്ച് ചർച്ചകൾ വന്നപ്പോൾ അത് നിങ്ങളുടെ കൈവിട്ട് പോവുകയും ഇവരുടെ കൈവിട്ട് പോവുകയും എല്ലാ രീതിക്കും ഇനി മുന്നോട്ടേക്ക് പോയാൽ ഈ ഒരു ബന്ധത്തിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ അത്രയും പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഇനി ഇത് മുന്നോട്ട് പോയാൽ ശരിയാവുകയില്ല എന്നൊരു തോന്നലൊക്കെ വന്നതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സൺ ബാക്കിലേക്ക് മാറിപ്പോയിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും നിങ്ങൾ പെട്ടെന്ന് അതിനെതിരെ പ്രതികരിച്ച് കുറെ വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നിങ്ങൾ തണുക്കുമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ശരിയായാൽ മതി, അല്ലെങ്കിൽ ഇത് വേണം എന്നൊരു ചിന്തയായിരിക്കും. പക്ഷെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച്, അതായത് ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലൊരു മുറിവ് ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു മുറിവ് പോകുന്നതല്ല.
ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിലേക്ക് എടുത്ത് കാല് വെച്ച സമയത്ത് ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു സ്വഭാവങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുകയില്ല. ഇവരിങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളോട് പോലും ഇവരിങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം ഇവർക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ രീതിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെയായിരിക്കും നിങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു വലിയ പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇങ്ങനെയും അതായത് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പൊറുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഇവരുടെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് മുറിവേറ്റ് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇവരുടെ മനസ്സിൽ നിന്ന് പോവില്ല. ആ ഒരു മനസ്സിൽ ഇട്ട് ഇവർ ചിന്തിച്ചിട്ട് നിങ്ങൾ അതനുസരിച്ച് ടോർച്ചർ ചെയ്യും എന്നൊക്കെ ഒരു രീതി ഇവർക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ പിന്നീടായിരിക്കാം മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു പ്രശ്നം ഊതിപ്പെരുപ്പിച്ച് വലുതാക്കിയിട്ട് വലിയ രീതിയിലേക്ക് എത്തിച്ചു പോയിരിക്കുന്നു. ചെറിയ പ്രശ്നമുള്ളവരുണ്ടായിരിക്കാം, വലിയ പ്രശ്നമുള്ളവരുണ്ടായിരിക്കാം. ഒരുപക്ഷെ ചിലവരുടെ ബന്ധം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആയിട്ട് കുറച്ച് ആയതേ ഉണ്ടായിരിക്കുള്ളൂ. മറ്റു ചിലവരുടെ ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കാം. രണ്ട് രീതിയിലാണെങ്കിലും ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്നുള്ള ഈ ഒരു നീക്കം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ ഒട്ടും കരുതാത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങള് ഒന്ന് solve ചെയ്യാനും ഇതിനെ വീണ്ടും ഒന്ന് patch up ചെയ്ത് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവരാനും നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് പ്രാവശ്യം ഈ ഒരു person ന്റെ പുറകെ chase ചെയ്ത് പോയവരായിരിക്കാം. അത്രത്തോളം നിങ്ങൾ chase ചെയ്ത് പോയിട്ടും ഇവര് നിങ്ങളുടെ അടുത്ത് വലിയ mind ഓ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നിട്ടില്ല. അല്ലെങ്കിൽ ഇവർക്ക് ഇതിനോട് ഒരു താല്പര്യവും ഇല്ല. ഇനി ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ ഒരു strong decision എടുക്കുന്നത് പോലെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികള്. contact ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും contact ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു പേരിന് മാത്രമുള്ള കോണ്ടാക്ട്. ചിലരുടെ കേസിൽ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ, മറ്റു ചിലരുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കാം. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു നിലനിൽപ്പ് ഇപ്പൊ കാണുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ഇവരുടെ പുറകെ പോയിട്ട് ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത്രത്തോളം നിങ്ങൾ സ്നേഹിച്ച ഒരു പേഴ്സൺ ആയിരുന്നല്ലോ ഇവര്. അപ്പൊ അത്രത്തോളം നിങ്ങൾ സ്നേഹിച്ചിട്ടും അവര് നിങ്ങളെയും സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ട് മുന്നോട്ടേക്ക് പോയിട്ടും ഇവർ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ഇവർക്ക് ശരിക്കും നിങ്ങളോട് സ്നേഹം ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തി നിങ്ങളോട് തെറ്റ് ചെയ്ത വ്യക്തികളാണെന്ന്. പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇവർ തെറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും ഇനി അത് നിങ്ങളോട് ചെയ്യില്ല അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹമുണ്ട് ഇവർ നിങ്ങളെ ചേർത്ത് നിർത്തും. ഈ ഒരു ട്രസ്റ്റിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. ഭയം നിങ്ങളുടെ ഉള്ളിൽ നിരന്തരം നിങ്ങളെ പിന്തുടരുന്നുണ്ട്. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വരുമോ അല്ലെങ്കിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ. പക്ഷെ എത്രയൊക്കെ ഭയം വന്നെന്ന് പറഞ്ഞാലും ഇപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് വളരെയധികം ഒരു അഡിക്ഷൻ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. നമുക്കിവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്ന അനുസരിച്ചിട്ട് 6 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഇവരുടെ മനസ്സിൽ നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ളവരായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇവർക്ക് ഒരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാത്തവരല്ല. പക്ഷെ ഇവര് പ്രകടിപ്പിക്കില്ല ഒരുപാട്. ഇവരുടെ ഇമോഷൻസ് എല്ലാം തന്നെ ഇവരായിട്ട് തന്നെ ഒരു ഓറ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ലിമിറ്റ് വിട്ടിട്ട് ഒരു പിശുക്കന്മാരെന്നൊക്കെ പറയുന്ന രീതിയിൽ. സ്നേഹത്തിന്റെ കാര്യത്തിൽ പോലും ഒരു പിശുക്ക് നോക്കുന്ന വ്യക്തികളാണ്. 4 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും മറ്റെന്ത് കാര്യങ്ങളിലായാലും ഇവർ കുറച്ച് പിശുക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്വാർത്ഥത മനോഭാവമുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെയാണ് സ്നേഹത്തിന്റെ കാര്യത്തിലും. ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തികളല്ല. ഇവരങ്ങനെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇവരുടെ ചിന്തകൾ വരുന്നത് ഇവരുടെ വാല്യൂ നഷ്ടപ്പെട്ടു പോകുമോ, നിങ്ങൾ ഇവരുടെ തലയിൽ കയറുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കും ഇവർക്ക്. അപ്പൊ അതുകൊണ്ട് ഇവരുടേതായ ഒരു സ്റ്റാൻഡ് വിട്ട് അപ്പുറത്തേക്ക് ഇല്ല എന്നൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ള പേഴ്സൺ തന്നെയാണ് ഇവര്. പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് ഇവർക്ക് ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായിട്ട് വിട്ട് കളയാനോ അങ്ങനെ ചിന്തകളൊന്നും ഇല്ലാത്ത പേഴ്സൺ ആണ്. അപ്പൊ ഇവർക്ക് ഇങ്ങനത്തെ ഒരു ചിന്തകൾ ഉണ്ടെങ്കിലും ഇവർക്ക് എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് അറിയില്ല. അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. ഓപ്ഷൻസ് പല രീതിക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങളോട് മിണ്ടണം എന്നുണ്ട്, മിണ്ടണ്ടാന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മെസ്സേജ് അയക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ ചൊറിയണം എന്നെങ്കിലും ഇവർക്കുണ്ട്. കാരണം നിങ്ങളൊന്ന് ചൊറിഞ്ഞാൽ മതി നിങ്ങൾ തന്നെ പുറകെ വന്നോളും. നമ്മൾ പറയുമല്ലോ കൊത്തുകോഴിയുടെ സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങോട്ട് കൊത്തിക്കൊണ്ട് വന്നോളും എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ ഇവരെന്തെങ്കിലും ഇട്ട് തന്നാൽ മതി നിങ്ങളെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാനായിട്ട് പലപ്പോഴും ഇവർ തമാശ രൂപത്തിൽ പോലും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അത് തന്നെ ഇവർ ഇവിടെയും ചെയ്യാനായിട്ടുള്ള ശ്രമമൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇവർ ഇട്ട് നോക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവരുടെ ഒരു ധാർഷ്ട്യം മൂന്നാമത് എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു മനോഹാരിത കണ്ടിട്ട് പുറത്തു നിന്നുള്ള വ്യക്തികൾ ഒരുപാട് അസൂയയോടുകൂടി നിങ്ങളുടെ ബന്ധം നോക്കിക്കാണുന്നവരുണ്ട്. നിങ്ങളുമായിട്ട് ഇവര് വീണ്ടും രമ്യതയിലേക്ക് വരാതിരിക്കാനായിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പുറത്തുനിന്ന് പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളായിട്ടും കാണിക്കുന്നുണ്ട്. അതൊരു പക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, വ്യക്തികളായിരിക്കാം. അപ്പൊ ആ ഒരു രീതിയിൽ എല്ലാം കൂടി ഇവരിലേക്ക് ചെല്ലുമ്പോഴേക്കും ഇവരുടെ ഒരു ഈഗോ കൂടുതലായിട്ട് അവിടെ വർക്ക് ആവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളിലേക്ക് സ്നേഹം കൂടുകയല്ല ചെയ്യുന്നത്. ആ രീതിക്കല്ല ഈ പുറത്തുനിന്നുള്ള വ്യക്തികളുടെ സ്വാധീനം വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളും കൂടി ഇടപെട്ടിട്ടായിരിക്കാം പുറത്തു നിന്നുള്ള ഈ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഇതിലേക്ക് ഇടപെട്ടിരിക്കുന്നത്. പക്ഷേ ഇടപെട്ടു എന്നുള്ളതിനെ ഒഴിച്ചിട്ട് ബാക്കി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നല്ല രീതിക്കല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്.
ആദ്യത്തിൽ നിങ്ങളുടെ മുന്നിൽ നല്ല രീതിക്കാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ മാറി നിന്നുകൊണ്ട് നിങ്ങൾക്ക് എതിരെ ശത്രുതാ മനോഭാവത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തറക്കുന്ന സ്വഭാവം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അടുക്കുന്നതിന് പകരം അകറ്റുകയാണ് ചെയ്യുന്നത് ഇവര്. ഒന്ന് ഇവരുടെ ഒരു ഈഗോയിസ്റ്റ് പേഴ്സണാലിറ്റി, രണ്ടെന്ന് പറയുന്നത് ഇങ്ങനത്തെയുള്ള വ്യക്തികളുടെ സാധനം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇവർ 8 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവർ ഇവരുടെ ഇമോഷൻസ് ഇവരിൽ തന്നെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. ഒരു രീതിയിലും നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും പ്രകടിപ്പിക്കാനോ നിങ്ങളിലേക്ക് വരാനോ തയ്യാറാവാതെ സ്വയം നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നു. ഇവർക്ക് വേണമെങ്കിൽ ഈ ഒരു കെട്ട കാര്യങ്ങളെല്ലാം അഴിച്ചിട്ട് വരാം. പക്ഷെ ഇവർ കണ്ണും കയ്യും എല്ലാം കെട്ടിയിരിക്കും. ഒന്നും ഞാൻ കാണുന്നുമില്ല, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട എന്നുള്ള രീതിയിലായിരിക്കുന്നത്. ഹോപ്പ് വന്നിട്ടുണ്ട്. ഇവർക്ക് നല്ല പ്രതീക്ഷയുള്ളതായിട്ട് തന്നെ കാണുന്നത്. നിങ്ങൾ ഒരു രീതിയിലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടു പോവുകയില്ല. ഇയാൾ എത്ര രീതിയിൽ ബാക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും വീണ്ടും ഇവരുടെ പുറകെ തന്നെ ചെല്ലും. ആ ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് ഇവരുടെ ഉള്ളത്. കാരണം ഇവർക്ക് നിങ്ങളെ വിട്ട് കളയുക എന്നുള്ളൊരു ചിന്തയിലല്ല നിൽക്കുന്നത്. ആ ഒരു സമയത്തുണ്ടായ പ്രശ്നങ്ങൾ, ആ ഒരു സമയത്തുണ്ടായ ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാം കൂടെ വന്നിരിക്കുന്ന ഒരു ഫ്രസ്ട്രേഷനും പിന്നെ ഇവരായിട്ട് തന്നെ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഇവർ ചമ്മി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ ആകെപ്പാടെ നിങ്ങളുടെ മുന്നിൽ നാണം കെട്ട് ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊരു ഈഗോയിസ്റ്റ് പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ ഇവർ അങ്ങനെ തല കുനിച്ചൊന്നും ആരുടെ മുമ്പിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒരു രീതിയിലും തല കുനിച്ച് തരാത്ത ഒരു വ്യക്തിത്വമായിരിക്കാം. അപ്പൊ ഈ രീതിക്ക് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒന്നും ഇല്ലാതെയായി പോയല്ലോ. അപ്പൊ അവരുടെ ആ ഒരു ജാള്യത മറക്കാനായിട്ട് അവർ അണിഞ്ഞിരിക്കുന്ന ഒരു മുഖംമൂടിയാണ് അവരുടെ ഈ ഒരു സ്വാർത്ഥത. ഓൾറെഡി സ്വാർത്ഥമായിട്ടുള്ള പെരുമാറ്റമുള്ള വ്യക്തികളാണെങ്കിലും അതിന്റെ ഒരു എക്സ്ട്രാ കൂടി ഒരു മറ കൂടി ധരിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ആ ഒരു മറേനെയാണ് ബ്രേക്ക് ത്രൂ നിങ്ങൾക്ക് പൊട്ടിച്ചെറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ടായിരിക്കാം, ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം, ഒരുപാട് വ്യക്തികളെ ഇതിനകത്തേക്ക് ഇടപെടുത്തുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ. അപ്പൊ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് ഇവിടെ കാണുന്നത്, ഒരു രീതിയിലും നിങ്ങൾ ഒരു പേഴ്സണെ ഇതിനകത്തേക്ക് ഇടപെടുത്താതിരിക്കുക. നിങ്ങളുടെ ബന്ധത്തിലേക്ക് മൂന്നാമതായിട്ട് വരുന്ന വ്യക്തികൾ ഒരിക്കലും നിങ്ങളെ തമ്മിൽ അടുപ്പിക്കാനല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്, പകരം അകറ്റാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളിലേക്ക് ഇതുവരെ അടുക്കാതിരിക്കുന്നത്. അതിപ്പോ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ തമ്മിൽ പിരിക്കണം എന്നുള്ള രീതിയിലായിരിക്കില്ല പറയുന്നത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മീനിങ്ങിലല്ല അവരെടുത്തിരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിനെ. അതായത് നമ്മൾക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എപ്പോഴും, അതായത് രണ്ടുപേര് തമ്മിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എപ്പോഴും അവർ തന്നെ പരിഹരിക്കാനായിട്ട് നോക്കുക മാക്സിമം. മൂന്നാമതായിട്ടുള്ള വ്യക്തികൾ, ഇപ്പൊ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും മറ്റാരാണെങ്കിലും ഇതിലേക്ക് ഇടപെട്ട് കഴിയുമ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് പുറത്തു നിന്ന് കാണുന്ന ഒരു കഥ മാത്രമാണിത്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് അതിന്റെ ഒരു ഡെപ്ത്, നിങ്ങളുടെ ഒരു പെയിൻ ഒന്നും അറിയില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ഇതേ പെയിൻ നിങ്ങളുടെ പേഴ്സണും അനുഭവിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. കാരണം നിങ്ങൾ അത്രത്തോളം ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെയാണ്. പ്രതീക്ഷയോടുകൂടി ഇപ്പോഴും ഇരിക്കുന്നത് നിങ്ങളായിട്ട് തന്നെ അവർ ചേസ് ചെയ്ത് വരും. നൈറ്റ് ഓഫ് സോഴ്സ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു പേഴ്സൺ ഇതിന്റെ പുറകെ ചേസ് ചെയ്ത് ഓടിപ്പോകുന്നത്. ഈ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ അവർക്ക് എങ്കിൽ പോലും ഒരുപാട് ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട്, വേദന ഫേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഒരു ദുഃഖം ഒട്ടും തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ലാത്ത ഒരു പേഴ്സൺ തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു വിവാഹം കഴിഞ്ഞ വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കുടുംബം, കുട്ടികളെ എല്ലാവരെയും ഈ ഒരു പേഴ്സൺ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവർ ചെയ്ത തെറ്റുകൾക്കുള്ള തിരിച്ചറിവ് അവർക്ക് വരുന്നുള്ളതായിട്ടും കാണുന്നുണ്ട്. അവർക്ക് മാനസാന്തരം സംഭവിക്കുന്നുണ്ട്, കുറ്റബോധം തോന്നുന്നുണ്ട്, നഷ്ടബോധം തോന്നുന്നുണ്ട്. ചിന്തകൾ അവർക്ക് ഒരുപാട് കാട് കയറുന്നതായിട്ട് തന്നെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മിറാക്കിൾ സംഭവിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വരും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ മെന്റാലിറ്റിക്ക് തന്നെ വ്യത്യാസങ്ങൾ വരും. അതിന്റെ കാരണം ഒരുപക്ഷെ നിങ്ങളുടെ നിരന്തരമായുള്ള ഒരു പ്രാർത്ഥന തന്നെയായിരിക്കാം. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പേഴ്സന്റെ ചിന്താഗതികൾക്ക് മാറ്റം വന്നിട്ട് ഇവരായിട്ട് തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ ഇവർ നിങ്ങളെ ഒരുപാട് അട്രാക്ട് ചെയ്യുകയും ആഗ്രഹിക്കുകയും ചെയ്യും. നിങ്ങളുടെ പേഴ്സന്റെ ഈ ഒരു ബന്ധത്തിലേക്കുള്ള ഒരു നിലപാടോ അല്ലെങ്കിൽ അവരുടെ ഒരു മനോഭാവം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ കുറ്റബോധങ്ങൾ കാര്യങ്ങളൊക്കെ ഇവരെ നിരന്തരമായിട്ട് ഇങ്ങനെ പിന്തുടരുന്ന ഈ ഒരു സമയത്തായിരിക്കാം ഇവർ കൂടുതലായിട്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ആഴ്ന്നിറങ്ങി ചിന്തിക്കുന്നതും ഈ ഒരു വ്യക്തികളുടെ സ്വഭാവങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതും. അങ്ങനെ മനസ്സിലാക്കി വരുമ്പോഴാണ് ഇവർക്ക് ഒരു ചിന്തകൾ കേറിയിരിക്കുന്നത്. ഇവർക്ക് ഈ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എല്ലാ രീതിക്കും മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഓൾറെഡി നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഒരു ടൈം ഓഫ് പീരീഡ് കഴിയുമ്പോഴേക്കും ഇവരുടെ ചിന്താഗതികൾക്കൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് ഈ ഒരു അകന്നു നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയായിരിക്കും ഇവർ നിങ്ങളുടെ സ്നേഹം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊക്കെ ഇവർക്ക് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും സാഹചര്യം പലപ്പോഴും ഇവരെ സമ്മതിക്കുന്നില്ലായിട്ട് പോലും കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു കുറ്റബോധം തന്നെയാണ്. കാരണം നിങ്ങളുടെ ആ ഒരു ജെനുവിനിറ്റി, നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം നിഷ്കളങ്കമായ മനോഭാവത്തോടു കൂടി ഈ ഒരു സ്നേഹബന്ധത്തിലേക്ക് കാലെടുത്ത് വെച്ച വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സണെ നിങ്ങളോടുള്ള കാര്യത്തിൽ ഇപ്പൊ ഒരു മനോഭാവം മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നത്.
അവർക്ക് നിങ്ങളുടെ ബന്ധം എല്ലാ രീതിക്കും ഒരു റീബർത്ത് സംഭവിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് അവരായിട്ട് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് എല്ലാം ഫേസ് ചെയ്ത് ഇവർ ആദ്യമേ ശ്രമിക്കും നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്ത് വരുമോ വരില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഒരുപാട് ട്രൈ ചെയ്യും. പക്ഷെ നിരന്തരമായിട്ട് ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതൊക്കെ ഒരു തിരിച്ചറിവ് വരുവാണെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ആദ്യം ഇവർ എന്തായാലും നിങ്ങളെ പരീക്ഷിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം ഓൾറെഡി മുഖംമൂടി അണിഞ്ഞു വീണ വ്യക്തികളായതുകൊണ്ട് തന്നെ വീണ്ടും പുറകെ വരുമ്പോഴേക്കും ഇനി ഈ ഒരു ബന്ധത്തിന് മുന്നോട്ടേക്കുള്ള പോക്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം പഴയതുപോലെ തന്നെ ഇവർക്ക് കിട്ടുമോ എന്നുള്ള ചിന്തകളൊക്കെ ഇവർക്കുള്ളത്. പക്ഷേ നിങ്ങളുടെ ഒരു ഡിസിഷൻ സ്ട്രോങ് ആണ് എന്നൊക്കെ തോന്നിക്കഴിയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് തിരിച്ചെത്തുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനേറ്റ ആ മുറിവ് അത്രത്തോളം വലുതാണ് എന്നൊരു ചിന്ത വരുമ്പോൾ ഇവരുടെ ഒരു മാനസികാവസ്ഥകളെല്ലാം മാറിയിട്ട് ഇവരുടെ നിലപാടുകൾക്കൊക്കെ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയും അവരായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് വരാനുള്ള ഒരു സാധ്യതയും കാണിക്കുന്നുണ്ട്. കാരണം ഇവർ ആഗ്രഹിക്കുന്നത് ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവർ കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ താഴ്ന്നു തരിക എന്നുള്ളതിനേക്കാൾ കൂടുതൽ താഴ്ന്നു തരിക എന്നൊരു മീനിങ് നമുക്കിവിടെ വന്നിട്ടില്ല. കാരണം അവർ താഴ്ന്നു തരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല രീതിക്ക് സംസാരിക്കാം എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സമീപനം അതാണ് അവർ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളുടെ ബന്ധത്തിന് ഒരു നിലനിൽപ്പ് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സന്റെ മനസ്സിലുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യം അവർ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിലേക്ക് ഇനി മറ്റൊരു വ്യക്തികളുടെ സ്വാധീനം ചെലുത്താതിരിക്കുക. കാരണം നിങ്ങൾ രണ്ടുപേരും മാത്രം ആയിട്ട് തീരേണ്ടിയിരുന്ന പ്രശ്നം ഇപ്പൊ മറ്റു പല തലങ്ങളിലേക്കും പോയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പോയിട്ട് ചെറിയൊരു പ്രശ്നത്തിനെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇനി സ്വന്തമായിട്ട് തന്നെ വേണം ഇതിനകത്ത് എല്ലാ കാര്യങ്ങളിലേക്കും ഇടപെടാൻ എന്നൊരു ഡിസിഷൻ ഇവർ എടുത്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിന് ഒരു റീബർത്ത് കൊണ്ടുവരണം എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിന് ഒരു റീബർത്ത് കൊണ്ടുവരിക എന്നുള്ളത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എല്ലാ രീതിക്കും കാർമിക് ആണ് വന്നിരിക്കുന്നത്. കാർമിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കർമ്മ, സന്തോഷകരമായ ഒരു കർമ്മ ഈ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരണം. അതായത് നിങ്ങൾക്കൊരു നീതിപൂർവമായിട്ടുള്ള ഒരു തീരുമാനം വേണം നിങ്ങളുടെ കാര്യത്തിലേക്ക് ഇനി നടപ്പിലാക്കുവാൻ എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവർക്ക് നിങ്ങളുടെ ഫാമിലിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കുട്ടികളെ കുടുംബമൊക്കെ ഉള്ള ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എല്ലാ രീതിക്കും ഒരു പുതിയ തുടക്കം. ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. വൈകാരികമായിട്ടുള്ള അവരുടെ ഒരു സ്നേഹം മുഴുവനും നിങ്ങളിലേക്ക് തരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു ആഘോഷം നിങ്ങളുടെ ബന്ധത്തിലേക്ക് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ലവേഴ്സ് എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട്. അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം പ്രണയം അല്ലെങ്കിൽ അട്രാക്ഷൻ ഭയങ്കരമായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സൈഡിൽ അവർക്ക് ഫൈറ്റിങ്ങും തോന്നുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് അവർക്ക് ഒരുപാട് ദേഷ്യവും കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ പോലും അതേപോലെ തന്നെ അവർക്ക് ദേഷ്യമുണ്ട്. ദേഷ്യം എന്ന് പറയുമ്പോൾ 2-3 രീതിയിലാണ് അവർക്ക് ദേഷ്യമുള്ളത്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ ഒട്ടും വിട്ടു പോകില്ല എന്ന് ഇവർക്ക് കരുതിയിട്ടിട്ട് ഇവരുടെ ആ ഒരു ഈഗോ തകർന്നതിന്റെ ദേഷ്യം. 2 എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ഏൽക്കേണ്ടി വന്നിരുന്ന കുറെ മൂർച്ചയേറിയ വാക്കുകൾ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വന്നതിന്റെ ഒരു ദേഷ്യം ഇവരിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തെല്ലാം തന്നെ ഇവർ വളരെയധികം വേദനിക്കുകയാണ്. ഇവർ തീർത്തും ഒറ്റപ്പെട്ടു പോവുകയാണ് ജീവിതത്തിൽ. ഒരുപക്ഷെ നിങ്ങളെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തികളോ ഒരു ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പേഴ്സൺ ആയിരിക്കും ഇവര്. ഇവരുടെ ധാർഷ്ട്യമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാം തന്നെ നിങ്ങളിലേക്ക് മാത്രമാണ് ഇവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ ഈ ഒരു ഒറ്റപ്പെടുന്ന സമയത്ത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന വാക്കുകൾക്ക് പോലും മൂർച്ചയുള്ളതാണ്. അല്ലെങ്കിൽ ഇവർക്ക് ഏൽക്കുന്ന ഇതേ മുറിവ് നിങ്ങൾക്കും തിരിച്ച് ഏൽക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ആ ഒരു തിരിച്ചറിവ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഒരു ഇന്നർ വോയിസ് ഇവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളായിട്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ മുൻകൈ എടുത്തിട്ട് ഇതിനൊരു സൊല്യൂഷൻ കാണണം എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ഇന്നർ വോയിസ് പറയുന്നത് കേട്ടിട്ട് തന്നെയാണ് ഇവർ പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നത്. കാരണം ഒരുപാട് സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഏറ്റെടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. എല്ലാ രീതിക്കും സമാധാനപരമായിട്ട് തന്നെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ക്യാരക്ടർ തന്നെയാണ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ചിന്താഗതികൾ തന്നെയാണ്. ഓൾറെഡി സ്വാർത്ഥതാ മനോഭാവം ഉള്ള ഒരു പേഴ്സൺ, അതിന്റെ അടുത്തേക്ക് പുറകെ നിന്ന് വരുന്ന ആൾക്കാരും കൂടെ നിന്ന ആൾക്കാരും എല്ലാം എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യുന്നു. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രത്തോളം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് പോകാനുള്ള ഒരു റീസൺസും. പക്ഷെ എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ബന്ധത്തിലേക്കുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇവർ എന്തായാലും നിങ്ങളെ കുറച്ചൊരു പരീക്ഷണത്തിലൂടെ കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് ഇവരുടെ മാത്രം ഡിസിഷൻ നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല. ഇവരുടെ സ്വന്തം ഡിസിഷൻ മാത്രമല്ല, ഇവർക്ക് നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തികൾ തന്നെയാണ്, അർഹമായ സ്നേഹം നൽകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുമാണ്. കാരണം ഇവർക്ക് ഇങ്ങനെ ഒരുപാട് ദുഃഖമൊന്നും ചുമന്നുകൊണ്ട് പോകാനായിട്ട് താല്പര്യമില്ല. പക്ഷേ ഈ ഒരുപാടുള്ള ആളുകളെ ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികൾ തന്നെ നിങ്ങളെ ചതിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ചതിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കൂടെ നിന്നുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങളെ ചതിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത്.
ആ ഒരു തിരിച്ചറിവ് ഇവർക്ക് വരുന്ന ആ ഒരു നിമിഷമാണ് നിങ്ങൾ ഇവരെ ചേസ് ചെയ്ത രീതിയിൽ ഇവർ നിങ്ങളെ ചേസ് ചെയ്യുക മാത്രമല്ല അവർക്ക് കുറ്റബോധവും കാര്യങ്ങളും വന്നിട്ട് ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ ഒരു ബന്ധത്തിന്റെ റീബർത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ വരല്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള ഈ ഒരു ബ്രേക്ക് ത്രൂ, അതായത് ഈ ഒരു മറ, നിങ്ങൾക്കിടയിൽ ഈ ഒരു പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബന്ധത്തിന്റെ മറ പൂർണ്ണമായിട്ട് പൊട്ടിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു കാര്യം നിങ്ങളിലേക്ക് ലഭിക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ബന്ധത്തിനെ മനോഹാരിതയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷനിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു ബന്ധത്തോടുള്ള ഒരു മനോഭാവവും നിങ്ങളോടുള്ള ഒരു മനോഭാവവും ഏത് രീതിയിലാണ് എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് ഈ രീതിയിലാണ്. ആദ്യ സമയത്ത് നിങ്ങളെ പല രീതിക്ക് പരീക്ഷിക്കാൻ നോക്കും. ഇവരെ പരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ക്യാരക്ടർ ഇവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇവര് ഈ രീതിയിൽ നിങ്ങളോട് പെരുമാറാനുള്ള സാധ്യത. അതൊന്ന് പിന്നെ ഈ പറഞ്ഞ വ്യക്തികളുടെ സ്വാധീനവും. പക്ഷെ എന്നിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നില്ല എന്നൊരു തിരിച്ചറിവ് വരുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ എത്രത്തോളം പെയിൻ ആണ് ഈ ഒരു ബന്ധത്തിൽ അനുഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തുമാത്രം ഒരു കാര്യങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചിന്തകളൊക്കെ ഇവർക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനും ഈ ഒരു ബന്ധത്തിന്റെ റീബർത്തിന് വേണ്ടിയിട്ട് അവരായിട്ട് തന്നെ ശ്രമിക്കാനുള്ള സാധ്യതകൾ നമുക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിക്കാണ് നമുക്ക് റീഡിംഗ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു സിറ്റുവേഷൻസ്, എനർജീസ്, കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോഴും നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടും ഇവർ നിങ്ങളിലേക്ക് വരുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തയാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഒരു ഹോപ്പ് വന്നിട്ടുണ്ട്. പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാവുന്നതാണ്. തീർച്ചയായും ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു കോൺടാക്ട് വരുന്നതാണ്. അതും വളരെ ഫാസ്റ്റ് ആയിട്ടൊരു എനർജി തന്നെ കാണിക്കുന്നത്. 8 ഓഫ് വാണ്ട്സ് ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കോൺടാക്ട് ചെയ്യാൻ വരുന്ന ആ ഒരു സമയത്ത് നിങ്ങളും കൂടെ കുറച്ചുകൂടെ മുൻകൈ എടുക്കേണ്ടതാണ് എന്ന് തന്നെ കാണുന്നത്. 9 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളും ആ ഒരു ഭയം അല്ലെങ്കിൽ ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു ചിന്തകൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തേക്ക് വരണം. ഈ ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ ബന്ധത്തിൽ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് തന്നെ ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്. ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് നടന്ന ഒരു ബന്ധത്തിനെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. അത് തുറന്ന സംസാരം നിങ്ങൾക്കിടയിൽ അത്യാവശ്യമായിട്ടൊരു ഘടകം തന്നെയാണ്. കാരണം വളരെ മനോഹരമായ ഒരു ബന്ധം തന്നെയാണ് നിങ്ങളുടേത്. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഈ ഒരു ലവേഴ്സ് എനർജിയാണ് വളരെ സക്സസ് ആയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഇത് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ലൂസ് നമുക്ക് നോക്കാം. സിക്സ് എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. R എന്നൊരു ലെറ്റർ, N എന്നൊരു ലെറ്റർ, 38, ഫെബ്രുവരി എന്നൊരു മന്ത് വന്നിട്ടുണ്ട്, S എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എറണാകുളം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്, കാപ്രിക്കോൺ എന്നൊരു സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്, തൃശ്ശൂർ എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്, 31, ട്രിവാൻഡ്രം, S എന്നൊരു ലെറ്റർ, R എന്നൊരു ലെറ്റർ, M എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഏരീസ് എന്നൊരു സോഡിയാക് സൈൻ, 1968, കൊല്ലം, അശ്വതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, T എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ആലപ്പുഴ എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ കുറച്ച് ക്ലൂസ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലൂസ് മാത്രമല്ല, നമുക്കിവിടെ സിറ്റുവേഷൻസ് തന്നെ ക്ലിയർ ആണ്. പിന്നെ ചിലർ ക്ലൂസ് എന്തായാലും ഇടണം എന്ന് പറയുന്നത് കൊണ്ടിട്ടാണ് ക്ലൂസ് എടുത്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസും എനർജീസും ക്ലൂസും എല്ലാം തന്നെ നിങ്ങൾക്ക് കണക്റ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അത് കണക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ ഈ ഒരു വിഷമാവസ്ഥകൾക്കെല്ലാം തന്നെ പരിഹാരം ഉണ്ടാകും. നിങ്ങളുടെ ബന്ധത്തിലേക്ക് ആരൊക്കെ കടന്നു കയറി ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധം പൂർണ്ണമായിട്ട് നിന്ന് പോകുന്ന ഒരു ബന്ധമായിട്ടല്ല നമുക്കിവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹവും സത്യസന്ധതയും തിരിച്ചറിഞ്ഞിട്ട് അവരായിട്ട് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരും. അവർക്ക് വേണ്ടത് ഈ ഒരു ബന്ധത്തിന്റെ റീബർത്ത് തന്നെയായിട്ടാണ് കാണിക്കുന്നത്. എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളെ കൺവിൻസ് ചെയ്ത് എല്ലാ രീതിക്കും സോൾവ് ചെയ്യാനുള്ള ഒരു മനസ്സായിട്ട് തന്നെ കടന്നു വരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്.
അപ്പൊ നാളെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.